മത്തായി ചേട്ടോ ഒരു കോള് വരുന്നുണ്ട്. കൃത്യമായ തോൽവിക്ക് പിന്നിലെ കാരണമെന്ത്? അതാണ് ഇപ്പോൾ സത്യത്തിൽ CPM പഠിക്കാനായി പോകുന്നത്. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. കൃത്യമായ കാര്യങ്ങൾ വ്യക്തമായി ഈ മുതിർന്ന നേതാക്കൾക്ക് അറിയാമെങ്കിലും അതങ്ങോട്ട് സമ്മതിച്ചു തരാൻ പാടാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷെ എന്നാലും ഈ പാർട്ടിക്ക് പിടിച്ച അർബുദമാണ് ചില നേതാക്കളുടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ എന്ന വ്യക്തമായി അറിയാം. അത് ഞാനാണ്, ഞാൻ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. എന്നാൽ ആ അർബുദത്തെ കീറി മുറിച്ച് കളഞ്ഞേക്കാമെന്ന തീരുമാനത്തിലേക്ക് CPM ഇനി എന്നെത്തുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം, അവർക്ക് വേണ്ട എന്താ വെച്ചാൽ ഞാൻ കൊടുത്തോളാം. പക്ഷെ അപ്പോഴും ആ വ്യക്തികളുടെ കാര്യങ്ങളിൽ കൂടുതൽ കർശന നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഏറെയാണ്. അതായത് തിരുവനന്തപുരത്തെ ഉരുക്കു കോട്ടകളായ CPM കോട്ടകളായ പലയിടങ്ങളിലും അവിടെയുള്ള MLA-മാരുടെയും മേയറിന്റെയും കയ്യിലിരിപ്പ് കൊണ്ട് ജനം മാറി ചിന്തിച്ചു എന്നാണ് വിലയിരുത്തൽ. അതായത് മേയർ ആര്യ രാജേന്ദ്രന്റെ ബൂത്തിൽ LDF 3-ാം സ്ഥാനത്തേക്ക് വന്ന് 171 വോട്ടുകളായി പിന്തള്ളപ്പെട്ടത് ആര്യ രാജേന്ദ്രന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന ഭൂരിപക്ഷ വിമർശനവും ഉയരുകയാണ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ആഹാ, നിങ്ങൾ തരുന്ന ഉലുവയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ ആര്യയെ നിലയ്ക്ക് നിർത്താനുള്ള പരിപാടികൾ നോക്കേണ്ടതുണ്ടല്ലോ എന്നുള്ള തീരുമാനത്തിലേക്ക് വരികയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ യോഗത്തിൽ ഉണ്ടാവുക എന്ന ചില ചർച്ചകൾ വരികയാണ്. എല്ലാം കയ്യിൽ പോയി. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ, സാക്ഷരത ലേശം കുറവാ, അവരോട് നമ്മൾ വേണം ക്ഷമിക്കാൻ. അതായത് തോൽവി പഠിക്കാൻ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതില്ലേ എന്ന ചോദ്യം വരികയാണ്. കാരണം MLA-മാരുടെ മണ്ഡലങ്ങളിലും സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ 3-ാം സ്ഥാനത്തേക്ക് ഇത്രയും കുറഞ്ഞ വോട്ടുമായി മുന്നിൽ നിൽക്കുന്നത് ആര്യ രാജേന്ദ്രന്റെ ബൂത്തിൽ തന്നെയാണ്. എന്നെ കുത്തുവാളടിപ്പിച്ച നീയൊക്കെ അടങ്ങോളടാ. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. അവിടെ BJP-ക്കാണ് മുൻതൂക്കം. അങ്ങനെ കാവി കണ്ട് ഭയക്കുകയാണ് സത്യത്തിൽ CPM ചെയ്യുന്നത്. ആര്യ രാജേന്ദ്രന്റെ സ്വഭാവം തന്നെയാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയുന്നു. ഇങ്ങനെ പേടിക്കലടാ. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.